ഹായ് ഡിയർ ഡിയർ ഫ്രണ്ട്സ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ആവറേജ് വെലോസിറ്റി, RMS വെലോസിറ്റി, മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നമ്മളവിടെ ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് ആയിരുന്നു. മീൻസ് വി ഓൾറെഡി നോ ദാറ്റ് വി കൻ ദ ഗ്യാസ് molecules are classical particles. They are far apart, so we can distinguish each gas molecules. അതായത് നമുക്ക് ഓരോ ഗ്യാസ് മോളിക്യൂളും നമുക്ക് ഓരോന്ന് ഇന്ന ഇതാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളതിനെ ക്ലാസിക്കൽ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു. അപ്പോൾ ദേ ആർ ഡിസ്റ്റിങ്വിഷബിൾ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി കൻ അപ്ലൈ ദ മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ നമ്മളിനി ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് നമുക്ക് എങ്ങനെ സ്റ്റഡി ചെയ്യാം എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ രണ്ട് ടൈപ്പ് പാർട്ടിക്കിൾസ് പറഞ്ഞു. ഒന്ന് ബോസോൺസും ഫെർമിയോൺസും. അപ്പോൾ ദീസ് ആർ ക്വാണ്ടം പാർട്ടിക്കിൾസ്. അപ്പോൾ നമ്മൾ അവിടെ ഡീൽ ചെയ്യുന്നത് ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചെറിയ വീഡിയോ ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്ന രണ്ട് ടൈപ്പ് പാർട്ടിക്കിൾസ് ആണ് ബോസോൺസും ആൻഡ് ഫെർമിയോൺസും. അപ്പോൾ ബോസോൺസ് എന്താണ്, ഫെർമിയോൺസ് എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു. വീണ്ടും നമ്മളത് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നു കേട്ടോ. ഓക്കെ, പാർട്ടിക്കിൾസ് വിത്ത് 0 ഓർ ഇൻറ്റഗ്രൽ സ്പിൻ, അതായത് 1 2 3 4 അങ്ങനെ പോകുന്ന സ്പിൻസ് ഉള്ള പാർട്ടിക്കിൾസ് വിച്ച് ആർ ബോസോൺസ്. അപ്പോൾ ബോസോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Particles, bosons, they are the quantum mechanical particle. They are indistinguishable. We cannot distinguish them. അത് ഇന്നത് എ ആണ് ഇന്നത് ബി ആണെന്ന് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്ത പാർട്ടിക്കിളാണ്, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തത്. കണ്ട ഒരുപോലെ ഇരിക്കും. ഒരു ഇരട്ടല്ല കംപ്ലീറ്റ് ആയിട്ടുള്ള ട്വിൻസ് എങ്ങനെയാണ് അതുപോലെ തിരിച്ചറിയാൻ പറ്റാത്ത രണ്ട് ടൈപ്പ് പാർട്ടിക്കിൾസ് ബോസോൺസ് എല്ലാ കാറ്റഗറി വരുന്നതാണ്. അവർ സ്പിന്ന് നമുക്കിപ്പോൾ സ്പിൻ ഇപ്പോൾ 0യും 1 സ്പിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പോൾ അത്രയും പാർട്ടിക്കിൾസിന് 0 ഓർ ഇൻറ്റഗ്രൽ സ്പിൻ പാർട്ടിക്കിൾസ് ആർ ബോസോൺസ്. നമ്മൾ ഹാഫ് ഇൻറ്റഗ്രൽ പാർട്ടിക്കിൾസിനെ നമുക്ക് ഫെർമിയോൺസ് വിളിക്കും. നമുക്ക് അടുത്ത പാർട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബോസോൺസ് പറയുമ്പോൾ ബോസോൺസ് ഡു നോട്ട് ഒബേ ദി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. നിങ്ങൾക്ക് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ നിങ്ങൾക്കറിയാം, പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അതായത് എന്താണ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ? ആ ഒരു സ്റ്റേറ്റിൽ ഒരേ സ്പിൻ ഉള്ള ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിൾസ് ദേ കനോട്ട് എക്സിസ്റ്റ് ഇൻ എ സെയിം സ്റ്റേറ്റ്. ഓക്കെ, പോളിഷ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, and the wave function of a system of bosons is not affected by the exchange of any pair of them. അപ്പോൾ നമ്മൾ പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് നടക്കുന്ന സമയത്ത് their wave function is not affected by this exchange. Such type of wave function is called symmetric. അപ്പോൾ symmetric wave function എന്ന് പറഞ്ഞാൽ എന്താണ്? They are not affected by the exchange of any pair of particles or wave function. Any number of bosons can exist in the same quantum state of the system because they do not obey the exclusion principle. So we can find more than one bosons in a same state. Okay, then second particles with odd half integral spins 1/2, 3/2, 5/2 and so on, which are fermions. അപ്പോൾ ഈ പാർട്ടിക്കിൾ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ നല്ലോണം മനസ്സിലാക്കി വെച്ചിരിക്കണം. ഇൻറ്റഗ്രൽ സ്പിൻ, 0 or integral spins particle, they are indistinguishable. They do not Polish exclusion principle. They have symmetric wave function. These type of particles are called bosons. Then fermions പറയുമ്പോൾ the particles are again indistinguishable. They have half integral spins, but they obey
Pauli's exclusion principle, and the wave function of a system of fermions changes sign upon the exchange of any pair of them. So if a wave function changes its sign, then such wave functions are called antisymmetric, and only one fermion can exist in a particular quantum state of the system because they obey the Pauli's exclusion principle. Now see what difference all this makes in the probability f of E that a particular state of energy E will be occupied. Now let us consider two particles 1 and 2, one of which is in a state A and other in state B. For example, നമുക്ക് രണ്ട് സ്റ്റേറ്റ് ഉണ്ട്, എയും ബിയും. അല്ലെങ്കിൽ രണ്ട് ബെഞ്ച് ഉണ്ടെന്ന് കരുതിക്കോ, രണ്ട് ക്ലാസ്സിൽ നമ്മൾ രണ്ട് ബെഞ്ചുണ്ട്, അതാണ് സ്റ്റേറ്റ് എന്ന് കരുതാം. അപ്പോൾ ആ ബെഞ്ചിൽ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പേര് വരുന്നു, ആ രണ്ട് പാർട്ടിക്കിൾ നെയിം 1 and 2. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ബെഞ്ചിൽ ഒന്നിനിരിക്കാം അല്ലെങ്കിൽ രണ്ടിനിരിക്കാം. രണ്ടാമത്തെ ബെഞ്ചിൽ അവിടെ നമ്പർ 1 ഇരിക്കാം അല്ലെങ്കിൽ നമ്പർ 2 ഇരിക്കാം. Okay. When the particles are distinguishable, there are two possibilities for occupancy of the states. So the particles are distinguishable. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ രണ്ട് പേര് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾ ആണെന്നുണ്ടെങ്കിൽ there are two possibilities. അതായത് ആ ബെഞ്ചിൽ ഇരിക്കാനുള്ള സാധ്യത രണ്ടാണ്. ഒന്ന് ψ1, അതിൽ എ സ്റ്റേറ്റിൽ ഫസ്റ്റ് ബെഞ്ചിൽ ഒന്നാമത്തെ ആളിരിക്കാം, നമ്പർ 1 ഇരിക്കാം. ബാക്കിലെ ബെഞ്ചിൽ രണ്ടാം നമ്പറുകാരനും ഇരിക്കാം. അല്ലെങ്കിൽ അടുത്ത പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ബെഞ്ചിൽ രണ്ടാമത്തെ നമ്പർ ഉള്ളവനിരിക്കാം, ബാക്ക് ബെഞ്ചിൽ ഒന്നാം നമ്പറിനിരിക്കാം. ഇതാണ് പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. ഇഫ് ദ പാർട്ടിക്കിൾസ് ആർ ഡിസ്റ്റിങ്വിഷബിൾ, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ഈ രണ്ട് പോസിബിലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത്. But when the particles are indistinguishable, when the particles are not distinguishable, അതായത് നമ്മൾ മുഴുവൻ ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള ട്വിൻസ് എന്ന് പറയാറുണ്ട്, ഇരട്ടകൾ എന്ന് പറയാറുണ്ട്. അവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആരാണ് എന്നത് നമുക്ക് പറയാൻ പറ്റാത്ത ട്വിൻസ് ആണെങ്കിൽ ഒന്നാമത്തെ ബെഞ്ചിൽ ആരാണ് ഇരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? രണ്ടാമത്തെ ബെഞ്ചിൽ ആരിരുന്നു എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല, ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ we have to combine the verb functions, the possibilities ψ1 and ψ2 to reflect their equal likelihood. രണ്ട് സാധ്യതയുണ്ട്, അപ്പോൾ നമുക്ക് രണ്ട് സാധ്യതയും ഒരുമിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസിൽ ഫോർ ബോസോൺസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, they do not change their wave function എന്ന് പറഞ്ഞാൽ when we exchange the particle states. അപ്പോൾ നമുക്ക് we can represent that functions or that type of wave functions are symmetric wave function എന്ന് പറഞ്ഞു. അങ്ങനെയെന്നുണ്ടെങ്കിൽ if the wave function is symmetric, then we can combine the probabilities as psi b for bosons. The total probability is 1 by root 2 psi of 1 into psi b of 2 plus psi of 2 psi b of 1. അതായത് ഒന്നാം നമ്പറുകാരന് ഫസ്റ്റ് ബെഞ്ചിൽ എ സ്റ്റേറ്റിലിരിക്കാം, അതേ സമയത്ത് തന്നെ രണ്ടാം നമ്പറുകാരൻ ബി സ്റ്റേറ്റിലിരിക്കാം. കൂടാതെ അതേ സമയത്ത് തന്നെ ഒരു സാധ്യതയുണ്ടല്ലോ, രണ്ടാം നമ്പറുകാരൻ എ ബെഞ്ചിലിരിക്കാം, ഒന്നാം നമ്പറുകാരൻ ബി ബെഞ്ചിലിരിക്കാം. ആ രണ്ട് സാധ്യത നമ്മൾ ഒരുമിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിമെട്രിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ അഡീഷൻ വരും. അപ്പോൾ അത് ഫോർ ദിസ് ഈസ് ദ കേസ് ഓഫ് ബോസോൺസ്.
The fermions in the case of their wave function is anti-symmetric. Our two consider anti-symmetric, they change their sign when we exchange the state. Plus sign minus sign. Anti-symmetric the probability, the total probability is 1 by root 2 psi of 1 psi b of 2 minus psi of 2 psi b of 1, where this 1 by root 2 is included to normalize the work function. അത് നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ ഹയർ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഫോർ ബോസോൺസ് the total probability is this psi b. For fermions the total probability is psi f. Now we see that what the likelihood in each case that the both particles be in same state. Say A. അതായത് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ബെഞ്ചിൽ ഒന്നാമത് കാരണവും രണ്ടാമത് കാരണവും ഇരിക്കാനുള്ള സാധ്യത എത്രമാത്രം ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫോർ ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് ഇറ്റ് ബിക്കം, ഈ രണ്ട് കേസുകൾ നമ്മൾ കണ്ടു. ആ സാധ്യത എന്നുള്ളത് നമ്മൾ എം റെപ്രസെൻറ്റ് മാക്സ്വെൽ ബോൾസ്മാൻ. ഓക്കെ, സാധ്യത എന്നുള്ളത് psi of 1 psi of 2, ആ രണ്ട് സാധ്യത നമ്മൾ ആ പോസിബിലിറ്റി നമ്മൾ ഇങ്ങനെ എടുക്കാം. ദെൻ ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സ് നിങ്ങൾ പഠിക്കും. വി കൻ റെപ്രസെൻറ്റ് ബൈ psi star psi, പ്രോബബിലിറ്റി ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയും. ദെൻ psi m star psi m is equal to psi a star 1 psi a 2 star into psi a 1 psi a 2. This is the total probability. But in the case of indistinguishable particles or quantum particles, bosons, the psi b is equal to 1 by root 2. അതായത് ഒരു സ്റ്റേറ്റിൽ രണ്ട് പാർട്ടിക്കിൾ ഇരിക്കാനുള്ള സാധ്യത. അപ്പോൾ നമ്മൾ വേവ് ഫംഗ്ഷൻ കണ്ടു. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുകയാണ്. എ സ്റ്റേറ്റിൽ 1 പാർട്ടിക്കിൾ, എ സ്റ്റേറ്റിൽ 2 സെക്കൻഡ് പാർട്ടിക്കിൾ പ്ലസ് അഗെയിൻ എ സ്റ്റേറ്റിൽ 1 എ സ്റ്റേറ്റിൽ 2. അപ്പോൾ നമുക്ക് 2 ടൈംസ് ആയി മാറാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ പ്രോബിലിറ്റി 2 റൂട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് 2 psi a 1 psi a 2. Then the probability density is psi star psi. Again here psi b star psi b equal to ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഇതിൻ്റെ ഡബിൾ എടുത്ത് ചെയ്യാം. അപ്പോൾ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 2. ഓക്കെ, ദെൻ ഇതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ആണ് നമ്മൾ എടുക്കുന്നത്. സൈ സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോംപ്ലക്സ് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ആണ്. നിങ്ങൾ ഹയർ ക്വാണ്ടം മെക്കാനിക്സിൽ പഠിക്കും. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക. റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 2 psi a സ്റ്റാർ, അതിൻ്റെ psi എൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ആണ് psi a 1 സ്റ്റാർ. ഇതിൻ്റെ psi a 2ൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ആണ് psi a 2 സ്റ്റാർ into again psi a1 psi a2. So that is equal to നമ്മൾ psi a1 psi a2 നമ്മൾ psi m നേരത്തെ കണ്ടു. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും 2 into psi m star psi m. That is the probability that both bosons be in the same state is twice what it is for distinguishable particles. ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസിൻ്റെ കേസിൽ എന്തായിരുന്നു പ്രോബിലിറ്റി? അതിൻ്റെ 2 ഇരട്ടിയാണ് ബോസോൺസിൻ്റെ കേസിൽ. ബിക്കോസ് ദേ ഡു നോട്ട് ഒബേ ദി പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ വി കനോട്ട് ഫൈൻഡ്
same particles of having same properties. Then for fermions, in the case of bosons, there is a chance of existence of two particles of same properties in a same state. But in the case of fermions, we already know that they obey the Pauli's exclusion principle. So we cannot find two particles in a in same state. Okay. അപ്പോൾ ഫെർമിയോൺസിൻ്റെ കേസിൽ ഒരു സ്റ്റേറ്റിൽ രണ്ട് പാർട്ടിക്കിൾ ഉണ്ടാകുന്ന സാധ്യത നമ്മൾ കണ്ടു. ആൻഡ് വേവ് ഫംഗ്ഷൻ ഈസ് ആൻറ്റി സിമെട്രിക്, സോ ഇറ്റ് ഈസ് മൈനസ്. സോ നമ്പർ വണ്ണുകാരൻ ഇതിൻ്റെ ഫസ്റ്റ് ബെഞ്ചിലും നമ്പർ ടൂകാരൻ ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കേണ്ട സാധ്യത എന്തായി? ഇറ്റ് ഈസ് 0. That is, it is impossible for both particles to be in the same state, which is simply the statement of exclusion principle. So the results can be generalized to apply to systems of many particles. In a system of bosons, the presence of a particle in certain quantum state increases the probability that other particles are to be found in the same state. In a system of fermions, the presence of a particle in a certain state prevents any other particle from being in that state. Okay, ബാക്കി നമുക്കിനി അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം.